കേരളക്കരയെ ഒന്നാകെ ഞെട്ടിച്ച സംഭവമായിരുന്നു നവദമ്പതികളുടെ മരണവാർത്ത. 8 വർഷത്തെ പ്രണയ സാഫല്യമായിരുന്നു നവംബർ 30 സാധ്യമായത്. അധികനാൾ അവരുടെ ജീവിതം ആസ്വദിച്ചില്ല. തിങ്കളാഴ്ച അനുവിന്റെ ജന്മദിനമാണ്. ക്രിസ്മസും ന്യൂ ഇയറും കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ പറന്നെത്തിയവർ. എന്നാൽ ഇന്ന് നാടും വീടും അവരെ ഓർത്ത് കണ്ണീരിൽ മുങ്ങുന്ന ഹൃദയഭേദകമായ കാഴ്ച. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കലഞ്ഞൂർ മുറിഞ്ഞകല്ലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ട നവദമ്പതിമാരും അച്ഛന്മാരും നാടിനെ ഒന്നാകെ വേദനയിലാഴ്ത്തിയാണ് മടങ്ങുന്നത്. 8 വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ 15 ദിവസങ്ങൾക്ക് മുമ്പ് ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും അനുഗ്രഹത്തോടെ വിവാഹം. ഒന്നിച്ചുള്ള അനുവിന്റെ പിറന്നാളും ആദ്യ ക്രിസ്മസിനുമായി ഇരു വീടുകളും ഒരുങ്ങിയിരുന്നു. നക്ഷത്രവും സ്റ്റാറുമായി സന്തോഷത്തിന്റെ നിമിഷങ്ങൾ. ഒന്നിരുട്ടി വെളുത്തപ്പോൾ തേടിയെത്തിയ ദുരന്തവാർത്തയെ എങ്ങനെ നേരിടുമെന്നറിയാതെ വീടുകളിലും ആശുപത്രിയിലും ബന്ധുക്കളും നാട്ടുകാരും കണ്ണീരോടെ കാത്തിരിക്കുകയാണ്. 15 ദിവസങ്ങൾക്ക് മുമ്പ് വിവാഹം നടന്ന അതേ പള്ളിയിലാണ് അവസാന യാത്രയ്ക്കായി അവരെത്തുന്നത്. 4 പേരുടെയും ഇടവക ദേവാലയം. കുട്ടിക്കാലം മുതലുള്ള ഓർമ്മകൾ ഉറങ്ങുന്നിടം. ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ ഏവരുടെയും അനുഗ്രഹത്തോടെ നിഖിലിന്റെ കൈപിടിച്ചാനു ആ ദേവാലയത്തിലെത്തിയപ്പോൾ ഇരുവരും കുടുംബവും ഒന്നാകെ സന്തോഷകരമായ ജീവിതം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരിക്കണം. വിദേശത്തു നിന്നും ബന്ധുക്കൾ എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുകയെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഒരേ ദിവസം തന്നെ സംസ്കാര ശുശ്രൂഷകൾ നടത്താനാണ് ആലോചിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹശേഷം മലേഷ്യയിൽ മധുവിധ ആഘോഷിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് നവദമ്പതികൾ അപകടത്തിൽപ്പെട്ടത്. ഇരുവരെയും സ്വീകരിക്കാനായി പോയ 2 പേരുടെയും അച്ഛന്മാരും അപകടത്തിൽ മരിച്ചു. മലേഷ്യയിൽ നിന്ന് എത്തുന്ന മക്കളെ സ്വീകരിക്കാൻ ഒരുമിച്ച് പോകാമെന്ന് മത്തായി ഈപ്പനും ബിജു പി ജോർജും തീരുമാനിച്ചിരുന്നു. ഇക്കാര്യം മക്കളെ അറിയിച്ചിരുന്നു. രാത്രിയാണ് ഇരുവരും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയത്. വീടെത്തുന്നതിന് 7 കിലോമീറ്റർ മുൻപ് അപകടം സംഭവിക്കുകയായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറാണ് നിഖിൽ. 2020 വരെ ഗൾഫിലായിരുന്നു. ശേഷം കാനഡയിലേക്ക് പോയി. ഇപ്പോൾ അവിടെ ക്വാളിറ്റി ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു. MSW പൂർത്തിയാക്കിയ ആളാണ് അനു. അടുത്ത മാസം ഭർത്താവിനോടൊപ്പം കാനഡയിലേക്ക് പോകാനുള്ള പ്ലാനിലായിരുന്നു അനു. ഒരേ ഇടവകയിലായിരുന്നു ഇരുവരും. വീടുകൾ തമ്മിലും വലിയ അകലമില്ല. വീട്ടുകാർ തമ്മിലും വർഷങ്ങളുടെ സൗഹൃദമുണ്ട്. മലേഷ്യയിൽ ഇവരുടെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു. ഹണിമൂണിന് അങ്ങോട്ടേക്ക് പറന്നു. നാളെ അനുവിന്റെ ജന്മദിനമായിരുന്നു. വിവാഹശേഷമുള്ള ആദ്യ ജന്മദിനവും ക്രിസ്മസും കുടുംബത്തിനൊപ്പം ആഘോഷിച്ച ശേഷം കാനഡയിലേക്ക് പറക്കാനായിരുന്നു ദമ്പതികളുടെ പദ്ധതിയെന്നാണ് വിവരം. ആർമിയിൽ നിന്ന് വിരമിച്ചയാളാണ് ബിജു. ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ സെക്യൂരിറ്റി മാനേജറാണ്. ബിജുവാണ് വണ്ടി ഓടിച്ചത്. അനുവും നിഖിലും പിൻസീറ്റിലായിരുന്നു. 3 പേർ സംഭവ സ്ഥലത്ത് വെച്ച് മരിക്കുകയും അനു ആശുപത്രിയിൽ വെച്ച് മരിക്കുകയും ചെയ്തിരുന്നു. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സുമായിട്ടാണ് കാർ കൂട്ടിയിടിച്ചത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് വിവരം. അതേസമയം സംഭവത്തിൽ അലക്ഷ്യമായും അശ്രദ്ധമായും വാഹനമോടിച്ചതാണ് അപകട കാരണമെന്നാണ് FIR പറയുന്നത്. കാർ ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് FIRൽ പറയുന്നു. സംഭവ സ്ഥലത്ത് സ്ഥിരമായി അപകടം നടക്കാറുണ്ടെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. മല്ലശ്ശേരി സ്വദേശികളായ നിഖിൽ, അനു, ബിജു പി ജോർജ്, മത്തായി ഈപ്പൻ എന്നിവരാണ് മരിച്ചത്. അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് കാർ പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇന്ന് രാവിലെ 4:30 നടന്ന അപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേരുടെ ജീവനാണ് നിരത്തിൽ പൊലിഞ്ഞത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. നിഖിലിന്റെ സഹോദരി വിദേശത്ത് നിന്ന് എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.